നിദ്രയുമായി മുറിയിലെത്തിയ ഷോൺ ഡോറടച്ച് ലോക്കിട്ടു. തൻ്റെ അരികിലേക്ക് വല്ലാത്ത ഭാവത്തിൽ വരുന്നവനെ കണ്ടതും നിദ്രയുടെ നെഞ്ചിടിപ്പേറി. ഈ ഡോക്ടർക്ക് ഇത് തന്നെയാ പണി? അപ്പോൾ കെട്ടാമുട്ടി നിൽക്കുമായിരുന്നോ? അന്നൊക്കെയും എന്ത് ജാടയായിരുന്നു. ഇതിപ്പോൾ മനുഷ്യനെ ഒന്ന് നിന്ന് തിരിയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഷോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ അടുത്ത് വരുമ്പോൾ എൻ്റെ കൺട്രോൾ പോവുകയും ചെയ്യും. ആത്മകഥിച്ചുകൊണ്ട് നിദ്ര ഒരു തരം പേടിയോടെ പിന്നിലോട്ട് നീങ്ങി. അവളുടെ നീക്കം ശ്രദ്ധിച്ച ഷോൺ ചിരിയോടെ മുന്നോട്ട് നടന്നു. അതെ, വേണ്ട കേട്ടോ, വേണ്ട, അടുത്ത് വരരുത്. അവളെ പിറകിലോട്ട് നീങ്ങിക്കൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട്. ദേ ഡോക്ടറെ, ഇപ്പം റൊമാൻസിച്ചതല്ലേ ഉള്ളൂ, മതി. അവൾ പിന്നെയും പിറകിലോട്ട് നീങ്ങി. എനിക്കത് മതിയായില്ലെന്ന്. അവനിൽ കുറുമ്പ് നിറഞ്ഞു. എന്ത് മതിയായില്ലെന്ന്? ഒന്നും മതിയായില്ല. നിദ്ര പിന്നിലോട്ട് നീങ്ങും തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. മുറിയിലാകെ അവളുടെ ശ്വാസത്തിൻ്റെ ശബ്ദം മാത്രം നിറഞ്ഞു. ഷോൺ പതിയെ അവളുടെ അരികിലേക്ക് എത്തി നിന്നു. കണ്ണുകളിൽ മുഴുവനും കുറുമ്പും സ്നേഹവും കലർന്നൊരു തിളക്കം. ഒന്നും മതിയായില്ല. അവൻ വീണ്ടും അതേ വാക്ക് ആവർത്തിച്ചതും നിദ്രയുടെ കവിളുകൾ ചുവന്നു. എൻ്റെ ഡോക്ടറെ, ഇങ്ങനെ നോക്കല്ലേ? അവൾ കണ്ണ് മാറ്റിക്കൊണ്ട് പതുങ്ങി പറഞ്ഞു. എങ്ങനെ നോക്കണ്ടെന്ന്? അവൻ ചിരിയോടെ ചോദിച്ചു. പോടുന്നു. അതും പറഞ്ഞവൾ കുറച്ചു പിറകിലോട്ട് ചലിച്ചു. ഒടുവിൽ കട്ടിലിൽ തട്ടി ബെഡിലേക്ക് മലർന്നു വീണതും അവളുടെ വീഴ്ച കണ്ട് ഷോണിന് ചിരി വന്നു. അവൻ ഉറക്കെ ചിരിച്ചു. അവളുടെ അരികിൽ ചെന്ന് അവൾക്ക് നേരെ കുനിഞ്ഞു. അവളുടെ ഇരു സൈഡിലായി കൈകുത്തി നിന്ന് അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ദേ വേണ്ടാട്ടോ, നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ സമയം പോയത്. അതുകൊണ്ട് ഞാൻ താഴേക്ക് ചെല്ലാനും വൈകി. അതുകൊണ്ടല്ലേ? അവൾ അത്രയും പറഞ്ഞു നിർത്തി. അതുകൊണ്ടല്ലേ? എന്ത്? ബാക്കി പറ. അവൻ പറഞ്ഞു. ബാക്കിയൊന്നുമില്ല. അവൾ ചുണ്ട് കൂർപ്പിച്ചു. എന്തിനാ നീ കരഞ്ഞേ? ഷോണിൻ്റെ ചോദ്യം കേട്ടതും നിദ്രയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. അവൻ്റെ മുഖം അത്രയും അടുത്തായിരുന്നതിനാൽ അവൾക്ക് ശരിയായി ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, അവൾ കണ്ണുകൾ മാറ്റിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ കണ്ണൊക്കെ ചുവന്നത് ഞാൻ കണ്ടതോ? ഷോൺ ചെറുചിരിയോട് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. എൻ്റെ കുഞ്ഞിനെ ആരാ കരയിപ്പിച്ചേ? മമ്മിയാണോ അതോ ചേച്ചിയോ? അയ്യോ, ചേച്ചിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ മമ്മിയായിരിക്കും. പറ, എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇച്ചായ. പിന്നെ എന്താ ഇച്ചായ പറഞ്ഞേ? അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഒറ്റക്കൈ ബെഡിൽ കുത്തി നിന്നതിനാൽ കൈയൊന്നിടറി അവൻ അവളുടെ മേലേക്ക് തന്നെ വീണതും അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് നിദ്ര ഉറക്കെ നിലവിളിച്ചു. അവളുടെ വിളിച്ചു കൂവൽ കണ്ട് ഷോൺ അവളുടെ വാ പൊത്തി. എടി, എന്തുവാടി ഇങ്ങനെ കാരണേ? ആരെങ്കിലും കേട്ടാലേ നാണക്കേടാ. എനിക്ക് വേദനിച്ചിട്ടല്ലേ അമ്മ? എന്തൊരു മുടിഞ്ഞ വെയിറ്റ്. തൻ്റെ വായിലമർന്ന് അവൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് നിദ്ര പറഞ്ഞു. മോളിനി എത്ര വേദനിക്കാൻ കിടക്കുന്നു എന്നും പറഞ്ഞ് അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അന്നേരം അവൻ പറഞ്ഞതിനർത്ഥം തിരയുന്ന നിദ്രയെ കണ്ട് അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഷോൺ അവളുടെ മേലെ നിന്നും എഴുന്നേറ്റ് അവളുടെ അരികിൽ ചെരിഞ്ഞു കിടന്ന് താടിക്ക് കൈയും കൊടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഇപ്പോഴും മലർന്നു കിടന്നിട്ടുണ്ട്. അവൻ്റെ നോട്ടം മനസ്സിലാക്കിയ നിദ്ര തല ചരിച്ചു അവനെ നോക്കി. മമ്മി അവിടെ വെച്ച് പറഞ്ഞതൊക്കെയും ഞാൻ കേട്ടിരുന്നു. നിനക്ക് വിഷമായോ? പോട്ടടാ. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ അന്നേരം അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എഴുന്നേൽക്കാൻ വൈകിയതിന് പറഞ്ഞതേ എനിക്ക് വിഷമമില്ല. പക്ഷേ ഞാൻ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ കാപ്പി കളഞ്ഞു. ഇച്ചായ, മമ്മി എന്നോട് പറയാം, അച്ഛൻ എൻ്റെ ആരും അല്ലെന്ന്. അതെനിക്ക് നല്ലോണം വിഷമായി. ഞാൻ കാപ്പി കൊണ്ട് കൊടുക്കുമെന്ന് കരുതി അച്ഛന് കാത്തിരുന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ കൊടുക്കാഞ്ഞപ്പോൾ അച്ഛൻ എന്ത് കരുതി കാണും? അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അയ്യേ, ഇങ്ങനെ കരയാ? നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ പറ്റിയേ? ഞാൻ പപ്പയോട് കാര്യം പറയാം. പപ്പയ്ക്കേ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ലല്ലോ. വേണ്ട, ഇനിയിപ്പോൾ അച്ഛൻ പോയി മമ്മിയോട് ചോദിച്ചാൽ മമ്മി അത് വേറെ രീതിയിലെടുക്കും. അതുകൊണ്ട് വേണ്ട. അവന് നേരം അവളെ ചേർത്ത് പിടിച്ചു. ഇച്ചായ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ചോദിക്ക്.
അവളുടെ പുറം മേനിയിലൂടെ പതിയെ തട്ടിക്കൊണ്ടവൻ പറഞ്ഞു, അത് പിന്നെ മമ്മിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നോ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കെന്തോ അങ്ങനെ തോന്നി. അങ്ങനൊന്നുമില്ല, എല്ലാം നിന്റെ തോന്നല. മമ്മിയുടെ ക്യാരക്ടർ അങ്ങനെയാ. എനിക്കൊന്നും അറിയില്ല. അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഈ വിവാഹം നടന്നത് എന്നൊരു തോന്നല്. ആദ്യം നിങ്ങൾക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ. എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിദ്ര, എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. ഇപ്പം തോന്നുക ഞാൻ ഇങ്ങോട്ട് വരേണ്ടവളല്ലായിരുന്നു എന്ന്. ഒന്നും വേണ്ടിയിരുന്നില്ല. അവൾ ഒരുതരം നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. പിന്നെന്തിനാ എന്നെ കയറി പ്രേമിച്ചേ? ആ സനീഷിനെ എങ്ങാനും പ്രേമിച്ചാൽ പോരായിരുന്നു. അവനാണേ നിന്നെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. ഷോൺ ചെറുചിരിയാലെ പറഞ്ഞതും നിദ്ര അവനെ കൂർപ്പിച്ചു നോക്കി. ഓഹ്, തുടങ്ങി ഇങ്ങേരുടെ ഒടുക്കത്തെ സംശയം. അപ്പോൾ പിന്നെ അന്ന് എന്നെ ആരാ ഫോൺ വിളിച്ചേ? എനിക്കങ്ങനെ അറിയാം, പോയി ചോദിക്ക്. ആളാരാണെന്നറിഞ്ഞാലേ ചോദിക്കുക മാത്രമല്ല ഒന്ന് പൊട്ടിക്കുക കൂടി ചെയ്യും. എൻ്റെ പെണ്ണിനെ നോക്കാനേ അവന് വളർന്നിട്ടില്ല. അതും പറഞ്ഞവൻ അവളെയും കെട്ടിപ്പിടിച്ചു ബെഡിലൂടെ 2 റൗണ്ട് മറിഞ്ഞു. ഇപ്പോൾ അവൻ്റെ മേലെയാണ് അവളുള്ളത്. ഇരുവരും കിതപ്പോടെ പരസ്പരം കണ്ണിലേക്ക് നോക്കി. അതെ, ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയേ? ആരെങ്കിലും തലക്കടിച്ചോ? നിങ്ങളുടെ മാറ്റം അതിനെ ശരിക്കും ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നല്ലാതെ എൻ്റെ ഭാര്യ അല്ലാതെ വല്ലവരുടെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? എന്താ നിത്തൂസ് ചെയ്ത്? അതും പറഞ്ഞ് ഷോൺ അവളുടെ കഴുത്തിൻ്റെ ഇരു സൈഡിലും മാറി മാറി ചുംബിച്ചു. അപ്പോൾ ആദ്യം എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ പറഞ്ഞതോ? അവളുടെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നിദ്ര, പപ്പയ്ക്ക് നിന്നെ മരുമകളായി വേണമെന്ന് നിർബന്ധം. എങ്കിൽ പിന്നെ കെട്ടിയേക്കാന്ന് ഞാനും കരുതി. കെട്ടാൻ പോകുന്ന പെണ്ണിനെ സ്നേഹിക്കണ്ടേ? കർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ഒരിക്കലും കരയിപ്പിക്കില്ലെന്നും ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുമെന്നും. ഈ കഥകളിലൊക്കെയും കാണുമ്പോഴേ താലി കെട്ടിക്കഴിഞ്ഞേ തറയിൽ പായ് വിരിക്കാനോ കെട്ടിയോളുമായി ടോമാഞ്ചെറി കളിക്കാനോ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. വിവാഹത്തിലും താലിയിലൊക്കെയും വിശ്വസിക്കുന്ന ആളാ ഞാൻ. താലി കെട്ടിക്കഴിഞ്ഞതോടെ നീ എൻ്റെ ജീവൻ്റെ പാതിയായി. ആ പാതിയെ മരണം വരെ ചേർത്ത് പിടിച്ചു ജീവിതം ശരിക്കും ആസ്വദിക്കണം. എൻ്റെ കോൺസെപ്റ്റിൽ എന്നേക്കാൾ 2-3 വയസ്സ് പ്രായം കുറവുള്ള ഒരു കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം നിന്നോട് ഇത്തിരി ദേഷ്യക്കുണ്ടായിരുന്നു എന്ന് സത്യ. പിന്നീടേ ആളൊരു പാവാണെന്ന് മനസ്സിലായി. അന്ന് തൊട്ടേ എനിക്ക് എൻ്റെ ഈ കുഞ്ഞു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായി. എന്തോ അരികിൽ വരുമ്പോൾ ഇങ്ങനെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഒക്കെയും തോന്നും. ഷോണിൻ്റെ വാക്കുകൾ നിദ്രയുടെ ഹൃദയത്തിൽ ഹിമമഴയായി പെയ്തു. അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവനാ ചുംബനം നിറഞ്ഞ മനസ്സോടെ കണ്ണടച്ചു സ്വീകരിച്ചു. തിരികെ അവനും അവളുടെ മുഖം മുഴുവനും ചുംബനങ്ങൾ കൊണ്ട് മൂടി. കുറച്ചു നേരം ഇരുവരും കണ്ണിലേക്ക് നോക്കി നിന്നു. എൻ്റെ കുഞ്ഞു പെണ്ണിന് ആ സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ? കാതോരം നേർമയായി മുത്തിക്കൊണ്ടുള്ള അവൻ്റെ ആ ചോദ്യം കേട്ട് നിദ്ര അവനെ തന്നെ നോക്കി. ഷോൺ ഒന്നും പറയാതെ അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ ചെവിക്ക് പുറകിലേക്ക് ഒതുക്കി വെച്ചു. പിന്നെ തലയിണയുടെ അടിയിൽ നിന്നും 2 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. നിദ്ര കാര്യം മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി. നാളെ രാത്രി നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് പറക്കുന്നു. 15 ദിവസത്തെ ഹണിമൂൺ. ഇന്ന് തന്നെ പോവാനിരുന്നതാ. റോണിയുടെ വിവാഹം ആയതുകൊണ്ടേ നാളത്തേക്ക് മാറ്റി. ഹണിമൂൺ അത് ചൂടോടെ വേണം, അതാണ് എൻ്റെ ഒരിത്. ഷോൺ പറഞ്ഞത് കേട്ടതും നിദ്രയുടെ ശ്വാസം ഒന്ന് പിടഞ്ഞു. ഈ നേരത്ത് താൻ ഇവിടുന്ന് മാറി നിന്നാൽ എങ്ങനെ ശരിയാവും? 10 ദിവസം തനിക്ക് എങ്ങോട്ടും മാറി നിൽക്കാനാവില്ല. അപ്പോഴാണ് 15 ദിവസം. ഷോ, ഞാനിനി എന്ത് ചെയ്യും? നിദ്ര ഓർത്തു. എന്തോ ആലോചിച്ചു കൂടുന്ന നിദ്രയുടെ ചുണ്ടിൽ ഷോൺ ചെറുതായി കടിച്ചു. ഇച്ഛായ, എനിക്ക് നൊന്തു കേട്ടോ, അവൾ തൻ്റെ ചുണ്ട് തടവിക്കൊണ്ട് പറഞ്ഞു. നൊന്തോ? എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് അവനവിടം പതിയെ നുണഞ്ഞതും നിദ്ര അവനെ കൂർപ്പിച്ചു നോക്കി. നിനക്കെന്താ നമ്മൾ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷമില്ലാത്ത? ഇത്തവണ അവൻ്റെ കൈ അവളുടെ സാരിക്കുള്ളിലേക്ക് കടന്ന് അവളുടെ ഇടത് മാറിനെ ഞെരിച്ചു. ഇച്ഛായ. അവൻ്റെ വിരലുകളുടെ പിടിയിൽ നിദ്രയുടെ ശരീരം ഒന്ന് വിറച്ചു. ഷോണിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ തറച്ചു നിന്നു. ആ നോട്ടത്തിൽ കളിയും കുഞ്ഞു ചിരിയും അവളെ വായിച്ചെടുക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായിരുന്നു. പറയ് പെണ്ണെ, എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അവൻ അവളുടെ കഴുത്തരികിലേക്ക് മുഖം ചേർത്ത് പതിയെ ചോദിച്ചു. നിദ്ര ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവൻ്റെ സ്പർശം
ഉള്ളിൽ തീ പോലെ പടരുമ്പോഴും മനസ്സ് മറ്റെവിടെയോ കുടുങ്ങിയിരിക്കുന്നു. നിദ്ര അവൻ്റെ മേലെ നിന്ന് എഴുന്നേൽക്കാൻ നേരം ഷോൺ അവളുടെ സാരിയിൽ പിടിച്ച് വലിച്ചതും മാറിൽ നിന്നും സാരി ഊരി വീണു. എഴുന്നേൽക്കാൻ ഒരുങ്ങിയ നിദ്ര അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അമർന്നു. ഷോൺ കുറുമ്പ് നിറഞ്ഞ ചിരിയാലെ അവളെയും കെട്ടിപ്പിടിച്ച് മറഞ്ഞു. അവളിപ്പോൾ അവൻ്റെ കീഴെയാണുള്ളത്. ഷോൺ തല ഉയർത്തി അവളിൽ നിന്നും അകന്ന് അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു. സാരി തലപ്പ് ബെഡിലേക്ക് വീഴ്ന്നു കിടക്കുന്നുണ്ട്. അവൾ തൻ്റെ കൈ വെച്ച് മാറിടം മറക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അവളുടെ പാവാടക്കുള്ളിലേക്ക് കയറ്റിഞ്ഞോറി വലിച്ചെടുത്തതും അവളൊരു ഏങ്ങലോടെ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. അവളുടെ മേനി അഴക് അവൻ നോക്കി കാണുകയാണ്. ശ്വാസഗതിക്കനുസരിച്ച് മാറിടം ഉയർന്നു താഴുന്നുണ്ട്. അതവനിലെ വികാരത്തെ ഉണർത്തി. എന്തൊരു ഹോട്ടാ പെണ്ണെ നീ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. തൻ്റെ ശരീരത്തിലേക്ക് കൊതിയോടെ നോക്കിക്കൊണ്ട് ഷോൺ അത് പറയവേ അവൾ നാണത്തോടെ കൈ പിണച്ചു കെട്ടി തൻ്റെ മാറി മറക്കാൻ ശ്രമിച്ചു. അവൻ ആ കൈ രണ്ടും ബലമായി പിടിച്ചു വെച്ചു. അവൻ്റെ ആ കുറുമ്പ് നിറഞ്ഞ നീക്കത്തിൽ നിദ്രയുടെ ശ്വാസമൊന്ന് പിടഞ്ഞു. ഷോണിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ ആ കളിയാട്ടം കണ്ടതും അവൾ ചുണ്ട് കടിച്ചു അവനെ നോക്കി. ഇച്ചായ വേണ്ട, നേരത്തെ സ്വരത്തിൽ പറഞ്ഞെങ്കിലും അവളുടെ വാക്കുകളിൽ പൂർണ്ണമായ എതിർപ്പുണ്ടായിരുന്നില്ല. അവൻ അവളുടെ കൈകൾ സാവധാനം പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് കുനിഞ്ഞു. അവൻ്റെ ചൂടൻ ശ്വാസം കഴുത്തിൽ തട്ടിയ നിമിഷം നിദ്രയുടെ കണ്ണുകൾ സ്വയം അടഞ്ഞു. ഹൃദയം നിയന്ത്രിക്കാനാവാത്ത വേഗത്തിൽ മിടിച്ചു. ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഇടതടവില്ലാതെ അമർന്നപ്പോൾ നിദ്രയുടെ വിരലുകൾ അറിയാതെ അവൻ്റെ ഷർട്ടിൽ മുറുകി പിടിച്ചു. ഓരോ സ്പർശവും അവളുടെ ഉള്ളിലൂടെ വൈദ്യുതി പോലെ പാഞ്ഞോടി. ഷോണിൻ്റെ മീശത്തുമ്പുകൾ മാറിൻ ചുഴിയിൽ തഴുകിയ നിമിഷം അവളിൽ നിന്നും നേർത്തൊരു ശ്വാസം പുറത്തു വന്നു. ഇച്ഛായ. വിളിയേക്കാൾ കൂടുതലായി അതൊരു വിറയലായിരുന്നു. അവളുടെ പ്രതികരണം കണ്ടതും ഷോണിൻ്റെ ചുണ്ടിൽ കളിയോടൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ പതുക്കെ മുഖമുയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ മുഴുവനും നാണവും പ്രണയവും കലർന്നൊരു മയക്കം നിറഞ്ഞിരുന്നു. വേണ്ടെന്ന് പറയുമ്പോഴും ഈ കണ്ണുകൾ വേറെ എന്തൊക്കെയാണല്ലോ പറയുന്നത്. അവൻ നേർത്തൊരു സ്വരത്തിൽ ചൂണ്ടിക്കാട്ടിയതും നിദ്ര ലജ്ജ കൊണ്ട് കണ്ണുകൾ തിരിച്ചു. ഇങ്ങോട്ട് നോക്ക് പെണ്ണെ. അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ പല്ലുകൾ ബ്ലൗസിന് മുകളിലൂടെ അവളുടെ ഇടത് മാറിൽ പതിയെ അമർന്നു. ആ അപ്രതീക്ഷിത സ്പർശത്തിൽ നിദ്രയുടെ ശ്വാസം ഒന്ന് പിടഞ്ഞുപോയി. ഇച്ഛായ. അവളുടെ വിറയാർന്ന ശബ്ദം അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞതും ഷോൺ ചെറുതായി ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ നാണവും പിടയലും അവൻ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. അവൻ കുറുമ്പ് നിറഞ്ഞ ചിരിയാലെ പതിയെ ഇടത് മാറിൽ അമർത്തിമുത്തി. ഒപ്പം അവൻ്റെ ഇടത് കൈ അവളുടെ വലത് മാറിനെ ഞെരിച്ചു കൊണ്ടിരുന്നു. അവളുടെ ശ്വാസം വേഗത്തിൽ പിടയ്ക്കുന്നത് അവൻ വ്യക്തമായി കണ്ടു. ബ്ലൗസിന് മുകളിലൂടെ അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ ഇടത് മാറിൽ പതിഞ്ഞപ്പോൾ നിദ്ര ഒന്ന് വിറച്ചു. ഇച്ഛായ വേണ്ട, വേണ്ടെന്ന് പറയുമ്പോഴും ആ ശബ്ദത്തിൽ പോലും ഒരു മൃദുവായ പ്രണയം കലർന്നിരുന്നു. ഷോൺ അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. പിന്നെ അവളുടെ ചെവിക്കരികിലേക്ക് മുഖം താഴ്ത്തി നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഇങ്ങനെ നാണിക്കുമ്പോഴേ നിന്നെ കാണാനേ എന്തോരം ഭംഗിയാ പെണ്ണെ. അവൻ്റെ വാക്കുകൾ ചെവിയരികിൽ പതിഞ്ഞ നിമിഷം നിദ്രയുടെ കവിളുകൾ വീണ്ടും ചുവന്നു. അവൾ നാണത്തോടെ അവനെ തള്ളി മാറ്റി തൻ്റെ സാരി തലപ്പെടുത്ത് മാറി മറച്ചു ചരിഞ്ഞു കിടന്നു. ഇപ്പോഴും അവൾ കിതയ്ക്കുന്നുണ്ട്. അവൾ കണ്ണടച്ച് തൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചു. അവൻ ചെറുചിരിയാലെ അവളുടെ കിടത്തം നോക്കി നിന്നു. വയറിൽ നിന്നും സാരി പൂർണ്ണമായും തെന്നി മാറിയിട്ടുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ അരക്കെട്ടിൻ്റെ മൃദുവായ രേഖകൾ തെളിഞ്ഞു നിന്നു. ഷോൺ പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൻ്റെ സാന്നിധ്യം പോലും തിരിച്ചറിഞ്ഞതുപോലെ നിദ്രയുടെ വിരലുകൾ സാരി തലപ്പിൽ വീണ്ടും മുറുകി പിടിച്ചു. ഇച്ഛായ പ്ലീസ്, ഇങ്ങനെ നോക്കല്ലേ. നാണം കലർന്ന അവളുടെ പതിഞ്ഞ ശബ്ദം കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. നീ ഇങ്ങനെയൊക്കെയും കാണിച്ചാ നോക്കാതിരിക്കാൻ പറ്റുമോ പെണ്ണെ? അവൻ മൃദുവായി പറയുന്നതിനോടൊപ്പം അവൻ്റെ മുഖം അവളുടെ അരക്കെട്ടിലേക്ക് താഴ്ന്നു. അവൻ്റെ ചുണ്ടുകൾ അവിടം പതിയുമ്പോൾ അവൾ കണ്ണിറുക്കി അടച്ചു. ഇച്ഛായ, നിങ്ങൾ റെഡിയാവുകയാണോ? പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ, എനിക്ക് ഫോട്ടോഷൂട്ടുണ്ട്. ഡോറിൽ തട്ടിക്കൊണ്ട് റോണി വിളിച്ചതും ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് നിദ്ര ഷോണിനെ നോക്കി. അന്നേരം അവൾ എന്തോ പറയാൻ വന്നതും ഷോൺ നിദ്രയുടെ വാ പൊത്തിപ്പിടിച്ചു. റോണി, ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക.
നീ ഇറങ്ങിക്കോ, നമുക്ക് പള്ളിയിൽ വെച്ച് കാണാം. ശരി ഇച്ചായ. ഇച്ചായ ചേച്ചിയോട് കൂടി ഒന്ന് പറയണേ. ആ റോണി, ഞാൻ പറഞ്ഞേക്കാം. എടാ അവൾ കുളിക്കുക. അത് പറയുമ്പോൾ ഷോൺ നിദ്രയൊന്ന് നോക്കി. നിദ്ര അവനെ നോക്കി കണ്ണുരുട്ടി. റോണി, എന്നാ നിന്റെ ഫോട്ടോഷൂട്ട് നടക്കട്ടെ, വൈകിക്കണ്ട, ചെല്ല്. ഷോൺ അകത്ത് നിന്നും പറയുന്നത് കേട്ട് റോണിക്ക് ചിരിയും വരുന്നുണ്ട്. എൻ്റെ ഡോക്ടറെ, അകത്ത് എന്താ ഇപ്പം നടക്കുന്നതെന്നേ നമുക്കറിയില്ലേ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ എന്ന് മനസ്സിൽ പറഞ്ഞ അവൻ ചെറുചിരാലെ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ലിയയുടെ മുഖം നിറഞ്ഞു നിന്നു. റോണി പോയെന്ന് ഉറപ്പുവരുത്തിയ നിദ്ര ഷോണിൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു. വേദന കൊണ്ട് ഷോൺ തൻ്റെ കൈ പിൻവലിച്ചു, കണ്ണു കൂർപ്പിച്ചു. ഡോക്ടറെ, ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. പഞ്ചാരയുടെ അളവ് ഇത്തിരിയല്ല, ഒത്തിരി കൂടിയിട്ടുണ്ട്. അതും പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് ബെഡിലേക്ക് തള്ളിയിട്ടു. ഷോൺ തലയണ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് അവളെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ മുഴുവനും കളിയുടെയും പ്രണയത്തിൻ്റെയും തിളക്കം. നിദ്ര മുന്നോട്ട് നടന്നു. പക്ഷെ 2 ചുവടുകൾ കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഓർമ്മ വന്ന പോലെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളെ തന്നെയായിരുന്നു ഷോൺ അന്നേരം നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ നോട്ടം തനിക്ക് മേൽ വീണ നിമിഷം അവൻ പതിയെ ചുണ്ടു കൂർപ്പിച്ചു. വായുവിൽ ഒരു മുത്തം അവൾക്കായി പറത്തിവിട്ടു. ആ അപ്രതീക്ഷിത കുസൃതിയിൽ നിദ്രയുടെ കവിളുകൾ വീണ്ടും ചുവന്നു. ജനനി ബസ്സിൽ നിന്നിറങ്ങി നിദ്രയുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് നിഖിലിൻ്റെ കാറ് അതുവഴി വരുന്നത്. ജനനിയെ കണ്ട് നിഖിൽ വണ്ടി നിർത്തി. നിഖിൽ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി. അവനെ കണ്ട നിമിഷം ജനനിയുടെ നടപ്പ് മന്ദമായി. അവനെ കണ്ട സന്തോഷം ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. ജനനി, നീ എന്താ ഇവിടെ? നിഖിൽ ചോദിച്ചു. അവളൊരു നിമിഷം എന്താ പറയണമെന്നറിയാതെ നിന്നു. അത് പിന്നെ ഇന്ന് ഷോൺ ഡോക്ടറുടെ അനിയൻ്റെ വിവാഹമല്ലേ. ഡാനിയൽ അങ്കിളും നിത്രയും എന്നെയും അഭിയും ക്ഷണിച്ചിരുന്നു. മധു ആൻറ്റി പറഞ്ഞു വീട്ടിൽ വന്നിട്ട് ഒരുമിച്ച് പോവാന്ന്. ഓ, എന്നാണല്ലേ വിവാഹം? ഞാൻ അക്കാര്യം മറന്നു. എടോ, ഞാനും വീട്ടിലോട്ടാ, താൻ വണ്ടിയിൽ കയറിക്കോ. അയ്യോ വേണ്ട. ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും അവൻ്റെ കൂടെ കാറിൽ കയറാൻ അവൾക്കെന്തോ മടി തോന്നി. കയറടോ, ഞാൻ തന്നെ പിടിച്ചു തന്നില്ല. കാറിൽ കയറാതെ മടിച്ചു നിൽക്കുന്ന ജനനിയെ നോക്കി നിഖിൽ പറഞ്ഞു. ജനനി ചുറ്റും ഒന്ന് നോക്കി. പിന്നെ പതിയെ കാറിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറി. ഡോർ അടച്ച ആ നിമിഷം അവളുടെ ഹൃദയമിടിപ്പ് ഒന്ന് വേഗത്തിലായി. നിഖിൽ അവളെ നോക്കി പുഞ്ചിരിച്ചു. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീക്കി. കാറിനുള്ളിൽ നിശബ്ദത മാത്രം നിറഞ്ഞു നിന്നു. FM-ൽ മൃദുവായൊരു പ്രണയഗാനം കേൾക്കാം. പുറത്തെ തണുത്ത കാറ്റ് മരച്ചിലകളെ തലോടി കടന്നു പോകുന്നു. നിഖിൽ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ജനനി അവനെ ഇടയ്ക്കിടെ ഇടം കണ്ടിട്ട് നോക്കി. എടോ, അഭി വന്നില്ലേ? നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് നിഖിൽ ചോദിച്ചു. അവള് നേരത്തെ പോയി, എനിക്ക് ബസ് കിട്ടാൻ വൈകി. ജനനി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അഭി വീട്ടിൽ കാണും എന്നോർത്തപ്പോൾ നിഖിലിൻ്റെ ഉള്ളിൽ പേരറിയാത്തൊരു വികാരം വന്നു പൊതിഞ്ഞു. വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഡോർ തുറക്കാൻ വേണ്ടി ജനനി കൈ നീട്ടിയെങ്കിലും എന്തോ ഓർത്തവൾ നിർത്തി. ഒരു നിമിഷം അവൾ അവനെ തിരിഞ്ഞു നോക്കി. താങ്ക്സ്. മൃദുവായ ശബ്ദത്തിൽ അവൾ അത് പറഞ്ഞതും നിഖിൽ അവളെ നോക്കി പുഞ്ചിരിച്ചു. മാധവി അഭിയും അകത്ത് നിന്ന് ഇറങ്ങി വന്നു. നിഖിലിൻ്റെ കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്ന ജനനി അഭി നോക്കി നിന്നു. അഭിയെ മുന്നിൽ കണ്ടപ്പോൾ നിഖിൽ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അകത്തേക്ക് നടന്നു. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന്? നീ ആളോട് പറഞ്ഞാ? അഭി ജനനിയെ തോണ്ടി പതുക്കെ ചോദിച്ചു. ഹേ ഇല്ലടാ, എനിക്കെന്തോ പറയാൻ പറ്റിയില്ല. ഓ, നശിപ്പിച്ചു. ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടേ പറയണ്ടേ? എന്തായാലും ഇതൊരു നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഭി ജനനിയെ നോക്കി പറഞ്ഞതും ജനനിയുടെ മുഖത്ത് നാണം വിരിഞ്ഞു. ഇതേ സമയം മുന്നോട്ട് നടക്കുന്ന നിഖിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ അഭിയെ തിരഞ്ഞു. ആ സമയത്ത് തന്നെയാണ് അഭി അങ്ങോട്ട് നോക്കുന്നതും. അഭി നോക്കുന്നത് കണ്ടതും നിഖിൽ പെട്ടെന്ന് നോട്ടം മാറ്റി മുന്നോട്ട് നടന്നു. എടീ നിഖിലേട്ടനെ, നിന്നോട് എന്തോന്നുണ്ട്. ഞാനേ അങ്ങോട്ട് നോക്കുമ്പോഴേ അങ്ങേരതേ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നിന്നെ തന്നെയാ. ഞാൻ നോക്കിയപ്പോഴേ പുള്ളിക്കാരൻ നോട്ടം മാറ്റി. അഭി പറഞ്ഞത് കേട്ട് ജനനിയുടെ മുഖം വിടർന്നു. അതിപ്പോ എന്നെ തന്നെ നോക്കിയതാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ജനനി ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് ചോദിച്ചു. പിന്നെ ആരെയാ? എന്നെയോ? ഇത്രയും നാളും നോക്കാത്ത നോട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. നിഖിലേട്ടൻ എന്നെ നിത്രയെ പോലെ തന്നെയാ കാണുന്നത്. തിരിച്ചും ഞാനും അങ്ങനെ തന്നെയാ. ഇത് നിന്നെ നോക്കിയത് തന്നെയാ.
അബി പറയുന്നത് കേട്ട് ജനനിയുടെ മുഖത്ത് നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. റോണിയും ലിയയും തമ്മിലുള്ള കെട്ട് പള്ളിയിൽ വെച്ച് നടന്നു. അത് കഴിഞ്ഞുള്ള റിസപ്ഷന് വേണ്ടി എല്ലാവരും ബീച്ച് റിസോർട്ടിലേക്ക് തിരിച്ചു. മാധവിയും നിഖിലും അബിയും ജനനിയും കാറിലാണ് കല്യാണത്തിന് ചെന്നത്. നിധി കല്യാണത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് സരളയുടെ വീട്ടിൽ രജനിയുടെ അടുത്താക്കിയിട്ടാണ് അവർ പോകുന്നത്. എല്ലാവരെയും കണ്ടതും നിദ്ര അവരുടെ അരികിലേക്ക് നടന്നു. മാധവിയോടും നിഖിലിനോടും സംസാരിച്ച ശേഷം അബിയും ജനനിയും നിദ്രയുടെ കൂടെ പുറത്തേക്ക് നടന്നു. മൂവരും ആളൊഴിഞ്ഞ ഒരു ഭാഗത്തിരുന്നു. നിത്തു, ഇതൊക്കെ ഡോക്ടറോട് തുറന്നു പറഞ്ഞൂടെ? അതല്ലേ നല്ലത്. നിദ്രയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ജനനി പറഞ്ഞപ്പോൾ നിദ്ര ജനനിയെ ഒരു നിമിഷം നോക്കി, പിന്നാലെ അബിയെയും. നിത്തു, നീ ഇങ്ങനെ നോക്കണ്ട, ഞാൻ ജനനിയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജനനി ഇതാരോടും പറയില്ല. അതേ നിത്തു, നിനക്ക് എന്നെ വിശ്വസിക്കാം. എന്നിൽ നിന്നും നാലാമതൊരാൾ ഇതറിയില്ല, സത്യം. ജനനി നിദ്രയുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. നിത്തു, ജനനി പറഞ്ഞത് തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നീ ഡോക്ടറോട് എല്ലാം തുറന്നു പറ. ആൾ ചിലപ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻ കാണും. അവയെ നീ എന്തൊക്കെയാ പറയുന്നേ? ആ വീഡിയോ അങ്ങേര് കണ്ട നിധിയെ ഒരു മോശം കുട്ടിയായി കാണില്ലേ? അവളെ മോശം കാണിച്ചതുകൊണ്ടല്ലേ നീ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നല്ല നിത്തു. ഞാനായിരുന്നെങ്കിലേ ഒരു പെട വെച്ച് കൊടുത്തേനെ. അവളിപ്പോൾ നമ്മുടെ ആ പഴയ നിധിയല്ല. ആളുകളെ ബഹുമാനിക്കാൻ അറിയില്ല, ആളുകളോട് പെരുമാറാൻ അറിയില്ല, എല്ലാവരോടും ഒരുതരം പുച്ഛം മാത്രം. രാവിലെ ഞാൻ നോക്കുമ്പോൾ ആരുമായോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദ്യം ചെയ്തതിന് എന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് അവളെ കണ്ടത്. അബി അത് പറഞ്ഞതും നിദ്രയുടെ മുഖം കുനിഞ്ഞു. അബി, നീ ഇപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ തലയിൽ കയറില്ല. എനിക്ക് എങ്ങനെയാലും ആ വീഡിയോ ക്ലിപ്സ് കിട്ടണം. അതിനിപ്പോൾ ആ ഫയൽ കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ. ബാക്കിയൊക്കെയും വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്ക് നിധിയുടെ ജീവിതം സേഫാക്കിയേ പറ്റൂ. എനിക്കിപ്പോൾ പ്രധാനം അതാണ്. അബി, അവളെൻ്റെ കൂടെ പിറപ്പല്ലേ. അപ്പോൾ നിൻ്റെ കഴുത്തിലെ താലി, അത് കിട്ടിയ ആള്, അതൊന്നും നിനക്ക് പ്രധാനമല്ലേ നിത്തു? അബി പ്ലീസ്, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ. ഇപ്പോൾ നിങ്ങൾ എനിക്കൊരു വഴി പറഞ്ഞതാ. എടി, എൻ്റെ കെട്ടോനെ എന്നെ നിന്ന് തിരിയാൻ സമ്മതിക്കുന്നില്ല. എന്തോ ബാധ കയറിയ മാതിരി എന്നെ സ്നേഹിക്കുക. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ റൊമാൻസോട് റൊമാൻസ്. എനിക്കാണെങ്കിലേ അങ്ങേരടുത്ത് വരുമ്പോൾ തടയാൻ പോലും ആകുന്നില്ല. ഷേ, അപ്പോൾ പുള്ളി നമ്മൾ നിരീച്ച മാതിരി അല്ലല്ലേ? പറ, എന്തൊക്കെ നടന്നു? ഫ്രഞ്ച് അടിച്ചാ? ഫുൾ ബോഡി മസാജിങ്? പറ, ഞങ്ങളും ഒന്ന് പുളകം കൊള്ളട്ടടി. അബിയുടെ ചോദ്യം കേട്ട് നിദ്ര അവളെ നോക്കി പേടിപ്പിച്ചു. ജനനി ചിരി കടിച്ചു പിടിച്ചു നിന്നു. എടി തമാശ കള. എടി, നാളെ രാത്രിയെ എന്നെയും കൊണ്ട് സ്വിറ്റ്സർലൻഡിലേക്ക് ഹണിമൂണിന് പോകാനുള്ള പ്ലാനിലാ. എടി ഭാഗ്യവതി, അബി ഒരു ഈണത്തിൽ വിളിച്ചു. അബി, എനിക്കങ്ങോട്ട് പോകണ്ട. പിന്നെ നിനക്ക് പകരം ഞാൻ പോണോ? നിനക്ക് സമ്മതാണെങ്കിലേ ഞാൻ റെഡി. അബി, നിദ്ര നീട്ടി വിളിച്ചു. നിത്തു, പിന്നെ എന്താ ഞാൻ പറയാ? എടി, ഈ ട്രിപ്പ് മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിലോ ഒന്ന് പറഞ്ഞതാ. നിത്തു, മഹാലക്ഷ്മി ഫ്ലൈറ്റും പിടിച്ച് വരുമ്പോഴേ പുറം കാലുകൊണ്ട് തട്ടിക്കളയണോ? സ്വിറ്റ്സർലൻഡാണ് മോളെ, സ്വിറ്റ്സർലാൻഡ്. എനിക്കൊക്കെ ആണെങ്കിലേ ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് നേരെ പറയാൻ പോലും അറിയില്ല. നിൻ്റെയൊക്കെ ഒരു ഭാഗ്യേ. ആബി പറഞ്ഞത് കേട്ടതും നിദ്രയ്ക്ക് ദേഷ്യമാണ് വന്നത്. അവൾ ജനനിക്ക് നേരെ തിരിഞ്ഞു. ജനനി, നിന്റെ കയ്യിൽ എന്തേലും ഐഡിയ ഉണ്ടോടി? അങ്ങനെ ചോദിച്ചാ ഇത്തിരി ചീപ്പാണ്, പക്ഷേ കാര്യം സാധിക്കും. ചീപ്പോ സോപ്പോ എന്തായാലും വേണ്ടില്ല, നീ ഒന്ന് പറ ജനനി. നിദ്ര അത് പറഞ്ഞതും ജനനി നിദ്രയ്ക്ക് ചിലതൊക്കെയും പറഞ്ഞു കൊടുത്തു. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ, കാണുന്ന പോലെ ഒന്നും അല്ല, നമുക്ക് പറ്റിയ ടീമാണ് എന്നും പറഞ്ഞ് നിദ്ര അവളുടെ കൈ പിടിച്ചു. ആ നേരത്താണ് നിദ്ര അന്വേഷിച്ചു ഷോൺ അങ്ങോട്ട് വരുന്നത്. ക്രേപ്പ് മെറ്റീരിയലിൽ ഐവറി ടോണിലുള്ള ഡിസൈനർ സാരി ആയിരുന്നു നിദ്രയുടെ വേഷം. അവളുടെ സാരിക്ക് മാച്ച് ആവുന്ന അതേ നിറത്തിലുള്ള ജോധ്പൂരി സ്യൂട്ടായിരുന്നു അവൻ്റെ വേഷം. എടി, എന്തൊരു ലുക്കാടി നിന്റെ കെട്ടോൻ. തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്ന ഷോണിനെ നോക്കി അബി പറഞ്ഞു. എടി, കണ്ണ് വെക്കാതെ, നിദ്ര അബിയുടെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. അവളും ആ നിമിഷം ഷോണിനെ നോക്കി നിന്നു. തൻ്റെ ചോരയൂറ്റുന്ന നിദ്രയുടെ തലയിൽ ഷോൺ ചെറുതായി ഒന്ന് കൊട്ടി. അവൾ നാണത്തോടെ നോട്ടം പിൻവലിച്ചു. ഷോണിനെ കണ്ടതും അബിയും ജനനിയും പുഞ്ചിരിച്ചു. ഷോൺ അവരോട് നല്ല രീതിയിൽ സംസാരിച്ചു. അബി ഇരുവരെയും ചേർത്ത് നിർത്തി കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു.
അതിനിടയിൽ ഷോൺ തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് റൊമാൻറ്റിക് പോസ് കൂടി ഇട്ടു. എടോ അഭിരാമി, താനേ ഇത് സ്റ്റാറ്റസ് ഇട്ടേക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് കാണട്ടെ ഞാൻ എൻ്റെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അന്ന് എല്ലാവരും കൂടി ഇവളെ കളിയാക്കിയതല്ലേ. അതെ, ഞാൻ കൂട്ടുകാരി കൊണ്ടുപോവാണ്, അവിടെ ഫാമിലി ഫോട്ടോസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഷോൺ നിദ്രയും കൂട്ടി മുന്നോട്ട് നടന്നു. ശരിയാ, ഇത് വെറും ബാധയല്ല, ഏതോ കൂടിയ ഇനം ബാധയാ. അവരുടെ പോക്ക് നോക്കിക്കൊണ്ട് അഭി പറഞ്ഞു. റിസപ്ഷൻ കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ലിയോടുള്ള സാറയുടെ പെരുമാറ്റം ഷോൺ ശ്രദ്ധിച്ചിരുന്നു. അവൻ നേരം നോക്കിയത് നിദ്രയുടെ മുഖമാണ്. നേർത്തൊരു പുഞ്ചിരിയോടെ അവൾ ചടങ്ങുകളെല്ലാം നോക്കി കാണുന്നുണ്ട്. ഷോണിൻ്റെ കൈ അവളുടെ കയ്യിൽ അമർന്നു. എന്താ എന്ന ഭാവത്തിൽ അവൾ തിരികെ അവനെ നോക്കി. ഷോൺ നിദ്രയുടെ കൈയും പിടിച്ചു. സ്റ്റെയർ കയറുമ്പോൾ നിദ്ര എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഷോൺ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുമായി മുറിയിലേക്ക് നടന്നു. ഇച്ചായ, എന്താ ഇത്? അവരൊക്കെ എന്ത് കരുതും? നമുക്ക് താഴേക്ക് പോവാം. മറുപടി പറയാതെ ഷോൺ ഡോർ അടച്ചു കുറ്റിയിട്ടു. നിദ്രയെ ബെഡിൽ പിടിച്ചിരുത്തി അവളുടെ മടിയിൽ കിടന്നു. ഞാൻ ശരിക്കും ടയേർഡാണ്, എനിക്ക് കുറച്ചു നേരം നിന്റെ മടിയിൽ കിടക്കണം നിത്തു പെണ്ണെ. അവളുടെ കൈയെടുത്ത് ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞതും നിദ്ര അവൻ്റെ മുടിയിലൂടെ പതിയെ വിരലൊടിച്ചു. നിദ്ര, നമുക്കേ ഇന്ന് രാത്രി തന്നെ ഇവിടെ ഒന്ന് വിട്ടാലോ? ഷോണിൻ്റെ പറച്ചിൽ കേട്ട് നിദ്ര അവനെ തന്നെ ഒന്ന് നോക്കി. എങ്ങോട്ട്? നിദ്ര ആദ്യോടെ ചോദിച്ചു. അതറിയില്ല, ഇന്നേ നമുക്ക് വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. അയ്യോ, അത് പറ്റില്ല. അതെന്താ പറ്റാത്തെ? ഈ രാത്രി നമുക്ക് കളറാക്കാടോ. എൻ്റെ കൂട്ടുകാരനൊരു പഴയ തറവാടുണ്ട്, അവിടേക്ക് വിട്ടാലോ? കുളവും ആമ്പൽ പൊയ്കയും നടുമുറ്റവും ഒക്കെയായി. സംഭവം സീനാണ് മോളെ. അയ്യോ, അത് പറ്റില്ല ഇച്ചായ. ഇന്ന് രാത്രി തൊട്ടേ നാളെ രാത്രി വരെ എനിക്ക് വ്രതാണ്, കഠിന വ്രതം. അതെന്തോന്ന് വ്രതം? ഈ നേരത്തെ വ്രതം എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? അത് പിന്നെ എൻ്റെ അമ്മൂമ്മ നേർന്നതാ. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ വ്രതം എടുക്കണമെന്നാ പറഞ്ഞേ. രാവിലെ റോണിയുടെ മിന്നുകെട്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ രാത്രിയിലോട്ട് മാറ്റി. എന്തിനാ ഇപ്പോൾ വ്രതം എടുക്കുന്നത്? അത് പിന്നെ നമുക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവാനാണത്രേ. അവൾ പറഞ്ഞത് കേട്ട് ഷോൺ ചിരിക്കുന്നുണ്ട്. എന്തിനാ ചിരിക്കുന്നേ? പിന്നെ ചിരിക്കാതെ. എടി ബുദ്ധു, കുട്ടികളുണ്ടാവുന്ന ചില പ്രോസസ്സ് ഉണ്ട്, അത് മുടക്കിയിട്ട് വ്രതം എടുത്തിട്ട് എന്ത് കാര്യം? ആദ്യം പ്രോസസ്സ്, പിന്നെ വ്രതം, അതല്ലേ അതിൻ്റെ ഒരു രീതി. അവളുടെ അരയിൽ നുള്ളിക്കൊണ്ട് ഷോൺ പറഞ്ഞതും നിദ്രയുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു. ഇപ്പോൾ ഒരു വ്രതത്തിൻ്റെയും ആവശ്യമില്ല. നിന്റെ പഠിത്തം കഴിയും വരെയും നമുക്കിടയിൽ ഒരു കുഞ്ഞു വേണ്ട. അത് കേട്ടപ്പോൾ നിദ്രയ്ക്ക് നേരിയ ആശ്വാസം തോന്നി. ഇച്ചായ, അപ്പം പിന്നെ കഷ്ടപ്പെട്ട് ഹണിമൂണിന് പോകണോ? പഠിത്തം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഹണിമൂൺ പഠിത്തം കഴിഞ്ഞിട്ട്? നിനക്കെന്താടി തലക്ക് വല്ല ഓളം ഉണ്ടോ? പിന്നെ ഹണിമൂണിന് പോകുന്നതേ കുട്ടി ഉണ്ടാക്കാനല്ല. അപ്പോൾ ഹണിമൂണിനിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലേ? നിദ്ര നേരിയ ആശ്വാസത്തോടെ പറഞ്ഞു. എങ്ങനെ ഉണ്ടാവില്ലെന്ന്? അത് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കുട്ടികളുണ്ടാവുന്ന പ്രോസസ്സ്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ. അവൾ രണ്ടും കൽപ്പിച്ച് പച്ചക്ക് പറഞ്ഞു. അതില്ലാതെ പിന്നെ എന്ത് ഹണിമൂൺ? അതാണ് മെയിൻ. അവൻ ചിരി കടിച്ചു പിടിച്ച് അവളുടെ കൈയെടുത്ത് പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും നിദ്ര ഒന്ന് ഞെട്ടി. മുഖത്ത് നാണവും ചമ്മലും. എന്നാൽ പിന്നെ അവിടെ വരെ പോണോ? ഇവിടെ എന്താ സ്ഥലം പോരാഞ്ഞിട്ടാണോ? നിദ്ര പിറുപിറുത്തു. മാഡം വല്ലതും പറഞ്ഞാവോ? അത് പിന്നെ അതെങ്ങനെ ശരിയാവും? ഇൻ കേസ് വല്ലതും സംഭവിച്ചാ? അവൾ ചോദിച്ചു. ഞാനേ ഒരു ഡോക്ടറാ, അതിന് എന്ത് വേണം എന്നൊക്കെ എനിക്കറിയാം. മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട. അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി അവനത് പറയവേ നിദ്ര തൻ്റെ വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചു. എൻ്റെ ദേവി, ഇങ്ങേര് രണ്ടും കൽപ്പിച്ചാണല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഇന്നത്തേക്ക് എന്തായാലും വ്രതമാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാം. ഇനിയിപ്പോൾ ഹണിമൂൺ മുടക്കാൻ ജനനി പറഞ്ഞ പ്ലാൻ ബി തന്നെ പുറത്തെടുക്കണം. നിദ്ര എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി. എൻ്റെ ദേവി, എങ്ങനെയാലും ഈ ഹണിമൂണൊന്ന് മുടക്കണേ. നിദ്ര മനസ്സുരുകി പ്രാർത്ഥിച്ചു. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് തങ്ങൾ നാളെ രാത്രി ഹണിമൂൺ ട്രിപ്പ് പോവുകയാണെന്ന കാര്യം ഷോണ് പറയുന്നത്. അത് സാരയ്ക്ക് അത്ര ഇഷ്ടമായില്ല. ഷോൺ, നീ ഇവിടെ നിന്ന് മാറി നിന്നാ ഹോസ്പിറ്റലിലെ കാര്യമൊക്കെയും എങ്ങനെ നടക്കും? സാറ ചോദിച്ചു. അതിന് വേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്, ഷോൺ ഗൗരവത്തിൽ പറഞ്ഞു. വിരുന്നൊക്കെയും കഴിഞ്ഞിട്ട് പോരെ ഈ ഹണിമൂണൊക്കെയും? ഇത് ഞാൻ മുൻപേ തീരുമാനിച്ചതാ മമ്മി.
ഓ, എല്ലാവരും എല്ലാം മുൻപേ തീരുമാനിച്ചു. റോണി ലിയയും നാളെ പോകുന്നുണ്ട്. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ, അവർ മുൻപേ പ്ലാൻ ചെയ്ത് കാണും. അവർ പോകുന്നതിൽ തെറ്റില്ല. റെബു നാളെ രാവിലെ ആൽബിയുടെ വീട്ടിലേക്ക് മടങ്ങും. എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ അങ്ങനെയാ, ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? സാറയുടെ പറച്ചിൽ കേട്ട് ഷോൺ തൻ്റെ മമ്മിയെ ഒന്ന് നോക്കി. സാറ അന്നേരം അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി സംസാരം തുടർന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇനി ഒരിക്കൽ പോവായിച്ചായ. അതിനിടയിൽ നിദ്ര പറഞ്ഞതും ഷോൺ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. അന്നേരം നിദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിട്ടുണ്ട്. അവിടെ മിണ്ടാതെ ഇരുന്നോണം എന്നവന് പറയാതെ പറയുകയായിരുന്നു. നിദ്ര പേടിച്ച് മിഴികൾ താഴ്ത്തി. അവർ പോട്ടെ സാറ, നിനക്ക് ഞാനില്ലേ? അതിനിടയിൽ ഡാനിയൽ അത് പറഞ്ഞതും സാറ പുറമേ ഒന്ന് ചിരിച്ചു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവർ പോയിക്കോട്ടെ, അല്ലേലും നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് സാറ നിദ്രയൊന്ന് നോക്കി. ഭക്ഷണം കഴിഞ്ഞു ലിയ റോണിയുടെ കൂടെ ബെഡ്റൂമിലേക്ക് പോയി. നിദ്ര, എനിക്ക് തീരെ വയ്യ. ഈ സിങ്കിലെ പാത്രമൊക്കെയും കഴുകി കൗണ്ടർ ടോപ്പൊക്കെയും ക്ലീൻ ചെയ്തിട്ട് നിദ്ര പോയി കിടന്നു എന്നും പറഞ്ഞ് സാര പോയതും സിങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് നിദ്രയുടെ കണ്ണ് നീണ്ടു. അവൾ അതൊക്കെയും കഴുകാൻ തുടങ്ങി. നിദ്രയെ കാണാതെ അടുക്കളയിലോട്ട് വന്ന ഷോൺ കാണുന്നത് പാത്രം കഴുകുന്ന നിദ്രയെയും. അവൾ ഒറ്റയ്ക്ക് അടുക്കളയിലുണ്ടായിരുന്നുള്ളൂ. ആ കാഴ്ച കണ്ടതും അവനൊന്ന് വല്ലായ്മ തോന്നി. നിദ്ര അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീ ഒറ്റയ്ക്ക് ഇവിടെ ഉള്ളൂ? മമ്മി എവിടെ? അവൻ ചോദിച്ചു. മമ്മിക്ക് തീരെ വയ്യെന്ന് കിടന്നു. അപ്പോൾ ചേച്ചിയോ? ചേച്ചി ടിയമോളെയും കൊണ്ട് ഉറക്കാൻ പോയി. ഇച്ചാൻ പോയിക്കോ, ഇത് കഴുകി കൗണ്ടർ ടോപ്പൊക്കെയും ക്ലീൻ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം. നിദ്ര പറഞ്ഞതിന് മറുപടി പറയാതെ ഷോൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തു തുടങ്ങി. അയ്യോ ഇച്ച, എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കണ്ടാ അങ്ങോട്ട് മാറിക്കേ, ഞാൻ ചെയ്തോളാം. കണ്ടാലിപ്പോൾ എന്താ? എൻ്റെ ഭാര്യയെ ഞാൻ സഹായിക്കുന്നു, അതിലിപ്പോൾ എന്താ ഒരു തെറ്റ്? ഇച്ചായ, എന്നാലും ഒരെന്നാലും ഇല്ല, നീ വേഗം കഴുക്. മുറിയിലെത്തിയിട്ട് വേണം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ. അയ്യോ എൻ്റെ വ്രതം ഞാൻ നേരത്തെ തുടങ്ങിയിട്ടോ. അവളുടെ അമ്മൂമ്മയുടെ ഒരു വ്രതം, തേങ്ങ. മിണ്ടാതിരുന്നോണം അവിടെ. ആ നേരത്താണ് സാർ അങ്ങോട്ട് വരുന്നത്. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന ഷോണിനെ കണ്ട് സാറൊക്കെ പെരുത്ത് കയറി. പെൺകോന്തൻ എന്നും പിറുപിറുത്തുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. നാളെ നിങ്ങൾ ട്രിപ്പ് പോകുന്ന എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞ സാറ മുറിയിലേക്ക് നടന്നു. നിദ്ര പെട്ടെന്ന് പാത്രങ്ങളൊക്കെയും കഴുകി. അന്നേരം ഷോൺ ഗ്യാസ് അടുപ്പും കൗണ്ടർ ടോപ്പൊക്കെയും ക്ലീൻ ചെയ്തു. പണിയൊക്കെ കഴിഞ്ഞ് അടുക്കള ലൈറ്റും ഓഫ് ചെയ്ത് ഇരുവരും മുറിയിലേക്ക് നടന്നു. ബെഡ്റൂമിലെത്തിയ നിദ്ര ഒരു ബെഡ്ഷീറ്റും എടുത്ത് തറയിൽ വിരിച്ചു കിടന്നതും ഷോൺ അവളെ കൂർപ്പിച്ച് നോക്കി. എനിക്ക് വ്രതാണെന്ന് പറഞ്ഞല്ലോ ഇച്ചായ. ശരി, ഞാനൊന്നും ചെയ്യില്ല, നീ ഇവിടെ വന്ന് കിടക്ക് നിദ്ര. ഷോൺ അത് പറഞ്ഞതും നിദ്ര ഒന്നും പറയാതെ തലവഴി പുതപ്പ് മൂടി കിടന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ മെല്ലെ പുതപ്പ് മാറ്റി കട്ടിലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയതും അവിടെ ഷോൺ ഇല്ലായിരുന്നു. ഇതെവിടെ പോയി എന്നും പറഞ്ഞ് ചിന്തിക്കാൻ നേരാണ് ഷോൺ അവളുടെ വയറിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിക്കുന്നത്. ഒരു മുത്തം തരാൻ പാടില്ലെന്ന് നിന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് അവൻ അവളെയും കെട്ടിപ്പിടിച്ച് തലവഴി പുതപ്പ് മൂടിയതും അവളുടെ ചിരിയുടെ ശബ്ദവും കുറുകലുകളും മൂളലും ആ മുറിയാകെ നിറഞ്ഞു.